ജീവിതത്തിന്റെ സാഹചര്യത്തിൽ എവിടെങ്കിലും വഴികൾ അടയപ്പെട്ടവരായി, ചില വാതിലുകൾ അടയപ്പെട്ടവരായി ആരെങ്കിലും ഈ നിമിഷം എന്നെ കേൾക്കുന്നുണ്ട്, ഇത് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ്. ദൈവം ഒരിക്കലും മറുഭാഗത്ത് ഒന്നിനെ തുറക്കാതെ ഒന്നിനെ അടയ്ക്കുന്ന ദൈവമല്ല. അവൻ മറുഭാഗത്ത് ഒരു ഉറവയെ തുറക്കാതെ അവൻ ഒന്നിനെ അടയ്ക്കുന്ന ദൈവമല്ല. ഏലിയാവിന്റെ അനുഭവം നാം പഠിക്കുകയാണെങ്കിൽ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, കെരീത്ത് തോട്ടിനരികിൽ പോയി നീ ഒളിച്ചിരിക്കണം, ആ തോട്ടിൽ നിന്ന് നീ കുടിക്കണം, നിനക്ക് ആഹാരം തരേണ്ടതിന് ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അധികം നാൾ മഴ പെയ്യാത്ത കാരണത്താൽ തോട്ടിലെ വെള്ളം പറ്റിപ്പോയി. ഇത്രയും നാൾ താൻ കുടിച്ചുകൊണ്ടിരുന്ന തോട്ടിലെ വെള്ളം പറ്റിപ്പോയി. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. ഉടനെ ദൈവത്തിന്റെ അരുളപ്പാട് അവനുണ്ടായത്, നീ എഴുന്നേറ്റ് സാരാഭാത്തിലേക്ക് പോവുക, അവിടെ നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിക്കാൻ പോകുന്നു എന്നല്ല, കൽപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണോ ഇവിടെ തോട്ടിലെ വെള്ളം പറ്റിയത് അതിനു മുന്നമേ ദൈവം വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും അവൻ ഇതുപോലെയുള്ള സാഹചര്യത്തിനകത്തൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ചില ഉറവകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവം അവൻ അത് അടയ്ക്കുന്നതിന് മുന്നമേ ചിലയിടത്ത് ദൈവം ചിലതിനെ തുറന്നിട്ടുണ്ട് എന്നുള്ള സത്യത്തെ നിങ്ങൾ മറന്നുപോകരുത്. പക്ഷെ എപ്പോഴാണ് നാം അടുത്ത ഉറവയിലേക്ക്, അടുത്ത അനുഗ്രഹത്തിലേക്ക് നാം എത്തുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടി ഉള്ളൂ. അവൻ ഏലിയാവിനോട് ദൈവം പറയുന്നു, നീ എഴുന്നേൽക്കുക. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അടുത്ത കരുതലുകളെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഏലിയാവിനെ കരുതിയ ദൈവം നമ്മളെയും കരുതുന്ന ദൈവമാണ്. ദൈവം വിശ്വസ്തനാണ്.